കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റെസിഡൻഷ്യൽ അസോസിയേഷൻ, യുവജന ക്ലബ്ബുകൾ, ചൊവ്വ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ചൊവ്വ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യുവതയ്ക്കൊപ്പം കണ്ണൂർ സിറ്റി അഡീഷണൽ SP KV വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ പോലീസ് അസോസിയേഷൻ ലഹരി കളിക്കളമാണ്, ലഹരി യോധയാണ്, ലഹരി കലയാണ് എന്ന രീതിയിൽ ലഹരി പഠനമാണ്, ലഹരി വായനയാണ്. അപ്പൊ ഇത്തരത്തിൽ കലാരംഗത്തും കായിക രംഗത്തും അതോടൊപ്പം തന്നെ വായനയും ഒക്കെ ലഹരിയാക്കിക്കൊണ്ട് രാസലഹരി തള്ളിക്കൊണ്ടു പോകുന്ന ഒരു സമൂഹം നമുക്കുണ്ടാകണം. ആ സമൂഹത്തിന് മാത്രമേ നാളെയുടെ ഭാവിയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. നമ്മുടെയൊക്കെ ജീവൻ, നമ്മളൊക്കെ ജീവിക്കുന്ന സമൂഹത്തിലാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മളൊക്കെ നല്ല നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഡ്രഗ്സ് ഫ്രീ സോണായ ഒരു പ്രദേശമാക്കി മാറ്റി സമൂഹത്തെ എല്ലാവരും സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാവരും സഹകരണത്തോടെ മുന്നോട്ട് പോകുന്ന സമൂഹം ഉണ്ടാക്കിയെടുക്കണം. ആ സമൂഹം അത് ജാതിയും മതവും രാഷ്ട്രീയവും നിറവും ഒന്നും ഉള്ളവനും ഇല്ലാത്തവനും വ്യത്യാസമില്ല. ഇതൊരു ദുരന്തമാണ്. ആ ദുരന്തത്തെ മാറ്റി നിർത്താൻ എല്ലാവരും ഒന്നിച്ച് കൈകോർത്താൻ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ കമ്മിറ്റി 40ാം ജില്ലാ സമ്മേളനം സാധു കല്യാണ മണ്ഡപത്തിൽ നടക്കുന്നതിന്റെ ഭാഗമായാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റെസിഡൻഷ്യൽ അസോസിയേഷൻ, യുവജന ക്ലബ്ബുകൾ, ചൊവ്വ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ KPOA പ്രസിഡന്റ് PA ബിനു മോഹൻ അധ്യക്ഷത വഹിച്ചു. ടൗൺ പോലീസ് റെസിഡൻഷ്യൽ കോർഡിനേറ്റർ കമ്മിറ്റി അംഗം തൈക്കണ്ടി മുരളീധരൻ, KPOA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രമേശൻ P, ചൊവ്വ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് സുധീന്ദ്രൻ മാസ്റ്റർ NT, KPA സെക്രട്ടറി സിനീഷ് വടവതി, KPOA സെക്രട്ടറി K രാജേഷ്, പരിയാരം പോലീസ് സ്റ്റേഷൻ ASI പ്രജീഷ് ഏഴോം, സ്വാഗത സംഘം കൺവീനർ T പ്രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒന്നാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എല്ലാത്തിലും ഫസ്റ്റ് എന്ത് പരിപാടിക്ക് പങ്കെടുത്താലും സമ്മാനം ഇല്ലാണ്ടോ വീട്ടിൽ വരുത്തില്ല. വേണ്ട അത്രയ്ക്ക് എന്തെല്ലാം കഴിഞ്ഞു പറയാൻ അത്രയ്ക്ക് നല്ല പോലെ. കഴിഞ്ഞ കൊറോണ സമയം കൂടി ആർക്കും പണിയുണ്ട്, ആർക്കും പൈസ ഉണ്ടാവും. നമ്മളെ മക്കൾക്കെല്ലാം ഓൺലൈനായി ക്ലാസ് എന്ന് പറഞ്ഞ് നല്ലോണം പഠിക്കാനാണ്, നല്ലോണം പഠിക്കുന്നവനാണ്. വേണ്ട അങ്ങനെ പഠിക്കില്ല.